മുത്തശ്ശന് വേണ്ടിയിട്ട് നയനയെ സ്നേഹിക്കുന്ന പോലെ അഭിനയിച്ച് ഒടുവിൽ ആദർശിന് നയനയില്ലാതെ പറ്റില്ലെന്നൊരു അവസ്ഥയിലാവുന്നുണ്ട് കേട്ടോ. അവർ തമ്മില് നല്ലൊരു പ്രണയത്തിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ മുത്തശ്ശന് വേണ്ടിയിട്ടാണ് തന്നെ പ്രണയിക്കുന്നതെന്ന് കരുതിയിട്ട് നയനയാണെങ്കിലോ ആദർശിനെ വല്ലാണ്ട് സ്നേഹിക്കുന്നൊന്നും ഇല്ല കേട്ടോ. ആദർശനോട് ഇഷ്ടമുണ്ടെങ്കിൽ പോലും തന്റെ അടുത്ത് കാണിക്കുന്ന ഈ സ്നേഹവും എല്ലാം അഭിനയമാണെന്ന് കരുതിയിട്ട് നയന ആദർശമായിട്ട് അകലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നവ്യ ആണെങ്കിലോ ആദർശം നയനോടുള്ള സ്നേഹമൊക്കെ കണ്ടിട്ട് നവ്യ തനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് കരുതി ഇരിക്കുകയാണ്. അഭിയാണെങ്കിൽ തന്നെ സ്നേഹിക്കുന്നുമില്ല, കൊല്ലാനും ശ്രമിക്കുന്നു. വെറും ഒരു ജോലിക്കാരൻ മാത്രം. അങ്ങനെ നൂറുകണക്കിന് ചിന്തകൾ നവ്യയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. നയനയാണെങ്കിലോ എന്ത് ഭാഗ്യവതിയാ, ഞാനാണെങ്കിൽ എനിക്ക് കിട്ടേണ്ട ജീവിതമായിരുന്നു അത്, സ്വർഗതുല്യമായ ജീവിതം. എന്നിട്ട് അത് അവൾ അടിച്ചു മാറ്റി എന്നൊക്കെ നവ്യ മനസ്സിൽ കരുതുകയാണ്. എല്ലാം എന്റെ ബുദ്ധിമോശം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോഴേക്കും നവ്യയുടെ മനസ്സാക്ഷി മുമ്പിൽ വന്നിട്ട് പറയാണ്, നവ്യ നിനക്ക് ഇനിയും അവസരം ഉണ്ടെന്ന്. അപ്പൊ നവ്യ എഴുന്നേറ്റ് ചോദിക്കാണ്, എന്താ എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് നിനക്ക് ഇനിയും അവസരം ഉണ്ടെന്ന്. കാരണം ആദർശ് ആദ്യമായി സ്നേഹിച്ചത് നിന്നെയാണ്, അല്ല നിന്റെ അനിയത്തിനെ അല്ല. ഇപ്പോഴും ആദർശിന്റെ മനസ്സിൽ ഇപ്പോഴാണ് അവനവന്റെ സ്നേഹം തുടങ്ങിയത്. അതാ ഇത്രയും കാലം അവൻ അവളെ വെറുപ്പ് മാത്രമായിരുന്നു. നിന്നെ മാത്രമേ അവൻ സ്നേഹിച്ചിട്ടുള്ളൂ, നിന്റെ സൗന്ദര്യം മാത്രമേ അവൻ സ്നേഹിച്ചിട്ടുള്ളൂ. ഈ അഭിയാണെങ്കിലോ വെറും വേസ്റ്റാ. അതുകൊണ്ട് നീ ഗർഭിണിയല്ലെന്നും എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനിയെങ്കിലും നീ ഒരു കാര്യം ചെയ്യ, എങ്ങനെയെങ്കിലും ആദർശിനെ സ്നേഹിച്ച് നയനെ വീട്ടിൽ നിന്ന് പുറത്താക്ക്. എന്നിട്ട് നയനയുടെ സ്ഥാനത്ത് നീ കയറ്. അപ്പൊ നീ ഈ വീട്ടിലെ രാജകുമാരിയാകും, അടുത്ത റാണി നീ ആയിരിക്കും എന്നൊക്കെ ആ മനസാക്ഷി പറയുമ്പോ നവ്യ, പക്ഷെ അതെങ്ങനെ സാധിക്കും? എന്റെ ഏട്ടനായിട്ട് വരിയില്ലേ, എന്റെ ഭർത്താവിന് ഏട്ടനില്ലേന്ന് ചോദിക്കുമ്പോ നവ്യ പറയാണ്, ആവശ്യക്കാരന് ഔചിത്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം ആദ്യം നിന്നെ സ്നേഹിച്ച ആളല്ലേ, നീയെ സ്നേഹിച്ച ആളല്ലേ. അതുകൊണ്ട് ഇപ്പം എല്ലാരും കുറെ കുറ്റം പറയായിരിക്കും, പക്ഷെ അവരൊന്നും ജീവിക്കാൻ വരില്ലല്ലോ. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ആദർശിനെ വളച്ച് നിന്റെ കയ്യിലാക്കണം. ആദർശ് പറഞ്ഞ പിന്നെ ഈ വീട്ടിൽ മറ്റാർക്കും ഒന്നുമില്ലല്ലോ, നയനെ നീ അടിച്ച് പുറത്താക്കണം എന്നൊക്കെ പറയാണ്. അങ്ങനെ നവ്യം അവിടുന്ന് ആലോചിക്കാണ്, ശരിയാ, ഇനി എനിക്ക് ആദർശേട്ടനെ മതി, അഭിയെ വേണ്ട. അഭി എന്നെ ഒരല്പം പോലും സ്നേഹിക്കുന്നില്ല. 24 മണിക്കൂറും കള്ളുകൂടിയും മറ്റു പെണ്ണുങ്ങളായിട്ടൊക്കെ അവൻ നടക്കല്ലേ. എന്നെ ഇപ്പൊ അവൻ ആവശ്യമില്ലല്ലോ, ഒരു കുഞ്ഞിനെ പോലും തരാൻ അവന് കഴിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആദർശേട്ടനെ മതി. നയനയുടെ ജീവിതം കാണുമ്പോൾ എനിക്ക് കൊതിയാവുന്നു. എന്തൊക്കെ സർപ്രൈസുകളാ, എന്തോരം ടൂറുകളാണ് നടത്തുന്നത്, എന്തൊക്കെയാ നയനയ്ക്ക് സമ്മാനം കൊടുക്കുന്നത്. എപ്പോഴും നയനെ എടുത്ത് വട്ടം കറക്കുകയും നയനെ സ്നേഹിക്കുകയും എന്തൊക്കെ ചെയ്യുന്നു. എനിക്ക് കിട്ടേണ്ട ജീവിതമല്ലേ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അസൂയമൂത്തും ആ ഒരു ഇത് ആഗ്രഹിച്ചൊക്കെ നവ്യ അവരുടെ മാനസികമായിട്ടുള്ള നില തന്നെ തെറ്റുന്ന അവസ്ഥയിലേക്ക് എത്താൻ കേട്ടോ. അങ്ങനെ നവ്യ അപ്പോൾ ഉറപ്പിക്കുകയാണ്, അതെ ആദർശേട്ടൻ ഇനി എനിക്കുള്ളതാണ് എന്ന് നവ്യ അവിടെ നിന്ന് ഉറപ്പിക്കുകയാണ്. അവിടെയാണ് കേട്ടോ കഥയുടെ ഒരു ചെറിയ ട്വിസ്റ്റ് വരുന്നത്. അങ്ങനെ നവ്യയുടെ മനസ്സ് നിറയെ ആദർശം നിറയാണ്. അങ്ങനെ അവൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും എല്ലാം ആദർശിനെ വല്ലാത്തൊരു നോട്ടാക്കി നോക്കുന്നുണ്ട്. അപ്പൊ ആദർശ് എന്താ നവ്യയും ചോദിക്കുമ്പോൾ ഒന്നുമില്ല ആദർശേട്ടാന്ന് പറഞ്ഞിട്ട് നവ്യ പോകുന്നുണ്ട്. അങ്ങനെ ആദർശ് ഓർക്കാണ്, ഇവർക്ക് എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ, എന്തോ ഇവിടെ മനസ്സിലുള്ള കൊണ്ടു നടക്കുന്നുണ്ടല്ലോ, എന്തായിരിക്കും കാരണം? അങ്ങനെ ആദർശ് അഭിയെ വിളിച്ചിട്ട് ചോദിക്കാണ്, എന്താ അഭി നീ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ ആദർശേട്ടനെ ചോദിക്കുമ്പോൾ, അല്ല ഞാനെല്ലാം കാണുന്നുണ്ട്, നീ ഇപ്പൊ 24 hours വെള്ളവടിയാ, കമ്പനിയിലേക്കൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ മറ്റു പല റിലേഷൻഷിപ്പും നിനക്കുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. നീ എന്താ ഇങ്ങനെ ആയിപ്പോയാൻ ചോദിക്കുമ്പോൾ നവ്യ അവളെ ജീവിതം നശിപ്പിച്ചതെന്ന് പറയാണ്. അപ്പൊ ആദർശ് പറയാണ്, നവ്യ നിന്റെ ജീവിതത്തിലേക്ക് വന്ന പോലെ തന്നെയല്ലേ നയനും എന്റെ ജീവിതത്തിലേക്ക് വന്നത്, എന്നിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളെ സ്നേഹിച്ച് ജീവിക്കുന്നില്ലേ എന്ന് ചോദിക്കാണ്. എന്നിട്ട് ചോദിക്കാണ്, അവക്ക് എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നു അഭിയോട്. ആദർശേട്ടാ, ഞാൻ ഈ ഒരു ലൈഫ് അല്ല ആഗ്രഹിച്ചത്, വലിയൊരു കാശാരിയെ കിട്ടി നല്ല സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചതാ. അവള് വന്ന് കയറിയത് പിന്നെ എനിക്കെന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു, ഒരു തൊഴിൽ ഞാൻ താഴ്ത്ത് കെട്ടപ്പെട്ടു, എല്ലായിടത്തും അപമാനം മാത്രം എന്തൊക്കെ അഭി ഇങ്ങനെ പറയാണ്. അവളെന്നെ ചതിച്ചില്ലേ, അവളുടെ വയറ്റില് കുഞ്ഞുണ്ടെന്ന് പറഞ്ഞ് ഇത്രയും കാലം എന്നെ ചതിച്ചില്ലെന്നൊക്കെ ചോദിക്കുമ്പം ആദർശ് പറയാണ്, നീയും അവളെ പറ്റിച്ച് കടന്നു കളയാൻ ശ്രമിച്ചവനല്ലേ, നിന്റെ ഭാഗത്തും ന്യായമൊന്നുമില്ല. നിനക്കും ഇപ്പോഴും നീ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായില്ലല്ലേ. നീ ഇങ്ങനെ കള്ളു കുടിച്ച് നടന്നാൽ നിന്റെ ഭാവി ആയിരിക്കും പോവാ. എന്തൊക്കെ പറഞ്ഞാലും അവൾ നീ താലി കെട്ടിയ പെണ്ണാ, അതുകൊണ്ട് അവളെ സ്നേഹിച്ച് നിങ്ങളൊരു കുടുംബമായിട്ട് ജീവിക്കുന്നത് കാണണം എന്നൊക്കെ പറഞ്ഞ ആദർശ് ഉപദേശിച്ചിട്ട് പോവാണ്. പോയ പുറകെ അഭി ആലോചിക്കാണ്, പിന്നെ അവൻ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു, എന്റെ സ്ഥാനമൊക്കെ തട്ടിയെടുത്ത് MD കസേര ഞെളിഞ്ഞിരിക്കുന്നവന് അങ്ങനെ സ്നേഹിക്കാനൊക്കെ പറ്റുമായിരിക്കും. നിന്റെ 7ാം കൂലിയായിട്ടും നിന്റെ ഭാര്യയുടെ അടിമയായിട്ടും കിടക്കുന്ന എനിക്ക് അങ്ങനെ പറ്റില്ലല്ലോ. ഈ സമയത്ത് നയന ഡിസൈനർ ഹെഡായിട്ട് അനന്തപുരിൽ കയറിയിട്ടുണ്ടായിരുന്നിട്ടോ. അപ്പൊ അതിന്റെയും കൂടെ ദേഷ്യമാണ് ഇവന്. അങ്ങനെ അഭി ആലോചിക്കാണ്, എങ്ങനെയെങ്കിലും നവ്യനെയും തീർക്കണം, ഇവരെല്ലാരും തീർത്തിട്ട് ഈ അനന്തപുര കൊട്ടാരം എന്റെ മാത്രമാക്കണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മദ്യപിച്ച് ലക്ക് കേട്ട അവസ്ഥയില് അഭി നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനയെ പിന്തള്ളിക്കൊണ്ട്
ആദർശിന് രാവിലെ, അതായത് അടുക്കളയിൽ പോലും കയറില്ല നവ്യ. ആ നവ്യ രാവിലെ എഴുന്നേറ്റ് ആദർശിനെ കൊണ്ട് കോഫി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആളെ സംശയിക്കുന്ന പേടിച്ചിട്ട് അബിക്കും കൊണ്ടുപോയി കൊടുക്കുന്നു. നയന കോഫിയായിട്ട് റൂമിലേക്ക് വന്ന സമയത്ത് റൂമിൽ കോഫി ഇരിക്കുന്നുണ്ടപ്പം ആ നയന ചോദിക്കുകയാണ്, ഇതായ കോഫിയാണ് തന്നേന്ന്. എന്തെന്നറിയില്ല, നവ്യ രാവിലെ എനിക്ക് കോഫിയാണ് തന്നു എന്ന് പറയുമ്പോൾ, അതെന്താ നവ്യേച്ചി രാവിലെ കയറി കോഫിയൊക്കെ ഉണ്ടാക്കിയത്, അങ്ങനെ ഒരു പതിവില്ലാത്തതാണല്ലോ എന്ന് ചോദിക്കുന്നു. എന്തായാലും ഈ കൊണ്ടുവന്നത് ഞാൻ കുടിക്കാന്ന് പറയുമ്പോൾ, അത് വേണ്ട, നവ്യ കൊണ്ടുവന്നത് നീ കുടിച്ചോ, നീ കൊണ്ടുവന്ന് ഞാൻ കുടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ആദർശ് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നയന ആ ചായ കുടിച്ചിട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് ആദർശ് ആലോചിക്കാണ്, എങ്ങനെയെങ്കിലും ഈ ഒരാഴ്ച തന്നെ എന്റെ പ്രണയം അവളോട് പറയണം. അവൾ മുറിയിലേക്ക് കയറി വന്ന് കഴിയുമ്പോൾ, അവളെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കുന്നില്ല, എങ്ങനെയെങ്കിലും പറയണമെന്ന് ആദർശ് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും നയനോട് പറയാൻ വേണ്ടിട്ട്, പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിട്ട് ആദർശ് ഇങ്ങനെ ഓരോന്നൊക്കെ കണക്കൂട്ടിയിരിക്കുകയാണ്. ഈ നയന കയറുന്ന അതേ സമയത്ത് തന്നെ നവ്യ വന്ന് അടുക്കളയിൽ കയറുന്നുണ്ട് കേട്ടോ. ജാനകി ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ട്, ലക്ഷ്മിയുണ്ട്. അപ്പൊ നവ്യ വന്നിട്ട് ഞാൻ ഉണ്ടാക്കാൻ ഫുഡ് എന്ന് പറയുമ്പോഴേക്കും നയന പറയാണ്, ആ ചേച്ചിക്ക് ഒന്നും അറിയില്ലല്ലോ, ഞാൻ ഉണ്ടാക്കാൻ ചേച്ചി എന്ന് പറയുമ്പോൾ, എനിക്കിതൊക്കെ ഉണ്ടാക്കാൻ അറിയാം, നീ കൂടുതൽ പാചകരാണ് ഇന്ന് ആവണ്ട, അങ്ങോട്ട് മാറി നിൽക്കുന്നു പറഞ്ഞിട്ട് നയനെ അവിടുന്ന് മാറ്റിയെടുത്തിട്ട് നയന അവിടുന്ന് ദോശയും ഉണ്ടാക്കി സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാണ്. ജാനകി ലക്ഷ്മി സഹായിക്കാന്ന് പറയുമ്പോ, വേണ്ട വേണ്ട, നിങ്ങൾ ഉച്ചക്കത്തിലുള്ളൊക്കെ നോക്കോ, ഇതൊക്കെ ഞാൻ റെഡി ആയിക്കോളാന്ന് പറയുന്നു. ഇതേ സമയത്ത് തന്നെ അബിയും ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് വരുന്നുണ്ട്, ആദർശും റെഡി ആയിട്ട് വരുന്നുണ്ട്, ജയനും മറ്റെല്ലാരും റെഡി ആയിട്ട് താഴേക്ക് വരികയാണ് കേട്ടോ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നവ്യ പറയാണ്, ഇന്ന് എല്ലാവർക്കും എന്റെ വകയാ ഫുഡ് എന്ന് പറഞ്ഞിട്ട് നവ്യ എല്ലാവർക്കും സെർവ് ചെയ്യാണ്. ഈ സമയത്ത് ജയൻ ചോദിക്കുന്നു, ഇതെന്താ പറ്റിയ മോളെ, കഴിഞ്ഞ 2 വർഷമായിട്ട് മോൾ ഇതുവരെ ഞങ്ങൾക്ക് ആർക്കും ഒരു ചായ പോലും കൊണ്ട് തന്നിട്ടില്ലല്ലോ, പിന്നെ ഇപ്പൊ ഇന്ന് എന്ത് പറ്റി, എല്ലാവർക്കും കോഫി കൊടുക്കുന്നു, എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു, എന്താ പ്രത്യേക ഒരു മാറ്റം. നവി പറയാണ്, ഇനി മുതൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആദർശിന് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ആദർശിന്റെ പ്രത്യേകമായിട്ട് വിളമ്പിയിട്ട് കറിയെല്ലാം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആവി പറയാണ്, എനിക്കും കൊടുത്താ, എനിക്ക് ഓഫീസിൽ പോകണ്ടെന്ന് പറയുമ്പോഴേക്കും നിനക്ക് ആബിയേട്ടാന്ന് പറഞ്ഞിട്ട് ആദർശിന് കൊടുത്തിട്ടുണ്ടോ ആബിക്ക് കൊടുക്കുന്നത്. അപ്പൊ ആദർശ് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റുന്നുണ്ട്, ഇവക്ക് എന്തോ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ആദർശിന് ഉറപ്പാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അഭിയാണെങ്കിൽ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടിനെ എടുത്ത് വായിലേക്ക് വെക്കുമ്പോഴേക്കും എല്ലാവരുടെ മുഖം അങ്ങ് ചുളുങ്ങാണ്. കാരണം സാമ്പാറിനാണെങ്കിൽ ഉപ്പും എരിയൊക്കെ കൂടിയിട്ട് ആർക്കും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ദോശ മാത്രമേ കൊള്ളുള്ളൂ. അപ്പൊ എല്ലാവരും ഇങ്ങനെ കടിച്ചു പിടിച്ച് പരസ്പരം മുഖത്തേക്ക് നോക്കുകയാണെന്ന് അവി ചോദിക്കുന്നത്, എങ്ങനെയുണ്ട് സൂപ്പറെല്ലാം ചോദിക്കുമ്പോൾ ജയം പറയാണ്, പിന്നെ അടിപൊളിയായിട്ടുണ്ട് മോളെ, മോളങ്ങ് പോക്കോ, ഞങ്ങൾ കഴിച്ചോളാം എന്ന് പറയുന്നു. അങ്ങോട്ടേക്ക് അവള് മാറിയ പിന്നാലെ എല്ലാരും ഓർക്കാണ്, ഈശ്വര ഇതും കൂട്ടി എങ്ങനെ നമ്മൾ കാപ്പ് കുടിക്കുക, ഇതിനാണേലോ ഉപ്പ് വരും കാരണം വായിൽ വെക്കാൻ വയ്യ എന്ന് പരസ്പരം പറയുന്നുണ്ട് കേട്ടോ. ആദർശും അബിയും ജയനും അതുപോലെ തന്നെ മുത്തശ്ശനും വന്നിരിപ്പുണ്ട്. ആദർശിന്റെ അനിയുടെ അച്ഛനൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ, ആദ്യമായിട്ട് അടുക്കളക്കറി ഉണ്ടാക്കിയതല്ലേ, പിന്നെ അത് മതി വിഷയത്തിനെന്ന് പറയാണ്. അപ്പോഴേക്കും നവ്യാണെങ്കിൽ റൂമിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ആരും കാണാതെ നയന ഓടി വന്നിട്ട്, അച്ഛ എന്നെ ക്ഷമിക്കണം, ഇത് തലേന്ന് രാത്രി ഉണ്ടാക്കി കുറച്ച് സാമ്പാറാ, ഞാൻ ചേച്ചി വെക്കുന്ന കണ്ട് പെട്ടെന്ന് ചേച്ചി വരുന്നതിന് മുമ്പേ കുറച്ച് ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നവ്യയുടെ കറി എടുത്ത് മാറ്റിയിട്ട് ഈ കറി നയനെ കൊടുക്കുന്നുണ്ട്. മോക്ക് മനസ്സിലായില്ലേ അപ്പം നയന ഉണ്ടാക്കിയത് കൊള്ളില്ലാന്ന്, ചേച്ചി വീട്ടിൽ വെച്ച് അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല, ഉണ്ടാക്കിയതായിരിക്കും അവസ്ഥ, എനിക്ക് നേരത്തെ അറിയാം, ഇതാ നിങ്ങൾ കഴിച്ചു നവ്യേച്ചി അറിയണമെന്ന് പറഞ്ഞിട്ട് നയന പെട്ടെന്ന് എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ടേസ്റ്റ് തോന്നിക്കുന്നു. മോൾ എന്ത് പറഞ്ഞാലും തലേനത്തെ ആണെന്ന് പറഞ്ഞാലും ഇത് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നയന പെട്ടെന്ന് നവ്യ ഉണ്ടാക്കിയത് കൊണ്ടായി അതൊന്ന് റീകറക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉപ്പും ഇതൊക്കെ കൂടിപ്പോയതുകൊണ്ട് തന്നെ അതോളൊന്ന് ശരിയാക്കി വെക്കുന്നുണ്ട്. ഇനിയിപ്പോ അത് ജലജയോ അതുപോലെ തന്നെ ദേവേനെ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ വലിയ വിഷയമാവെന്നും പറഞ്ഞുകൊണ്ട് ജാനകി പറയുന്നുണ്ട്, നവ്യ ഉണ്ടാക്കിയതിൽ ഞാൻ ഇതാക്കിയെന്ന് പറയണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അതെല്ലാം ശരിയാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ നവ്യ റൂമിൽ പോയിട്ട് ആലോചിക്കുകയാണ്, എന്തായാലും എന്റെ ഫുഡ് കഴിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടും, എനിക്കത് ഉറപ്പാ. ഇനി എല്ലാം നയനെ പോലെ ഞാനായിരിക്കും ആദർശന്റെ ചെയ്തു കൊടുക്കാൻ പോകുന്നത്. മനസ്സില് എങ്ങനെ നയന കയറി കൂടിയോ അതുപോലെ ഇനി ഞാൻ ആദർശന്റെ മനസ്സിലേക്ക് കയറി കൂടുമെന്ന് നവ്യ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ആദർശ് പ്രപ്പോസ് ചെയ്യാൻ വരുന്ന സമയത്ത് വലിയൊരു കൺഫ്യൂഷൻ, വലിയൊരു സംഭവമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.